നമ്മൾ ഇത്രയും നാൾ ഒരുപാട് ഹൊറർ സംഭവങ്ങളെക്കുറിച്ച് സംസാരിച്ചു അല്ലേ? ബസ് സ്റ്റാൻഡ് മുതൽ വലിയ കൊട്ടാരങ്ങളിൽ വരെ നടന്ന സംഭവങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു. എന്നാൽ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ഈ കേസ് വളരെ വിചിത്രമായ ഒന്നാണ്. ഇത് നടന്നത് ഒരു റെസിഡൻഷ്യൽ സ്കൂളിലാണ്. ഏകദേശം 15 വർഷങ്ങൾക്ക് മുൻപ് നടന്ന ഈ സംഭവം കേട്ടാൽ ചിലപ്പോൾ രാത്രിയിൽ നിങ്ങൾക്ക് ഉറങ്ങാൻ പോലും കഴിഞ്ഞുവെന്ന് വരില്ല. ഒരു പെൺകുട്ടിയിൽ നിന്നും തുടങ്ങി പിന്നീട് ആ സ്കൂളിനെ മുഴുവനും ഭയത്തിന്റെ നിഴലിലാക്കിയ ആ ഭയാനകമായ കഥ എന്താണ്? ഈ സംഭവം നടക്കുന്നത് നിതിൻ എന്ന് പറയുന്ന ഒരു ആൺകുട്ടിയുടെ ജീവിതത്തിലാണ്. വർഷം 2011. നിതിൻ നഗരത്തിന് പുറത്തുള്ള ഒരു പ്രമുഖ റെസിഡൻഷ്യൽ സ്കൂളിലാണ് പഠിക്കുന്നത്. ഏകദേശം 7 വർഷത്തിലധികമായി അവൻ ആ സ്കൂളിൽ തന്നെയാണ് പഠിക്കുന്നത്. അവൻ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഈ സംഭവം നടക്കുന്നത്. ആ സ്കൂളിൻ്റെ 6ാം നിലയിൽ പണ്ടെപ്പോഴോ ഒരു ഹൊറർ സംഭവം നടന്നിട്ടുണ്ടെന്ന രീതിയിൽ ഒരു അഭ്യൂഹം വിദ്യാർത്ഥികൾക്കിടയിലും സ്കൂളിലും പടർന്നു പിടിച്ചിരുന്നു. എല്ലാവരുടെയും ഉള്ളിൽ വലിയൊരു ഭയം ഉണ്ടായിരുന്നു. ആ ഒരൊറ്റ പേടി കാരണം ആരും 6ാം നിലയിലേക്ക് കാലുകുത്താൻ പോലും ധൈര്യപ്പെട്ടില്ല. ഒടുവിൽ സ്കൂളിലെ ആയമാർ, ക്ലീനിങ് ജീവനക്കാർ പോലും അങ്ങോട്ടേക്ക് പോകാതായി. ഇതോടെ അവിടെ എന്തോ അസ്വാഭാവികത ഉണ്ട് എന്ന് കുട്ടികൾക്കും അധ്യാപകർക്കും ഉറപ്പായി. ഈ കഥ നടക്കുന്നത് ഒരു ഓഗസ്റ്റ് മാസത്തിലാണ്. ഓഗസ്റ്റ് മാസം എന്ന് പ്രത്യേകം പറയാൻ കാരണം സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന്റെ ഭാഗമായി കുട്ടികളെല്ലാം ഡാൻസ് പ്രാക്ടീസിലായിരുന്നു. ക്ലാസ്സുകളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ കുട്ടികളെല്ലാം വളരെ ഫ്രീ ആയിരുന്നു. നിതിന്, ഉത്കർഷ്, ഇമ്മാനുവേൽ എന്ന 2 അടുത്ത സുഹൃത്തുക്കളുണ്ടായിരുന്നു. ഇവർ 3 പേരും ക്ലാസ് റൂമിലിരുന്ന് സംസാരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഒരു ടീച്ചർ അവിടെ വന്നത്. കഴിഞ്ഞ പരീക്ഷയുടെ ആൻസർ ഷീറ്റുകളും ക്വസ്റ്റ്യൻ പേപ്പർ ബണ്ടിലുകളും എടുത്ത് 6ാം നിലയിലുള്ള സ്റ്റോർ റൂമിലേക്ക് കൊണ്ടുവയ്ക്കാൻ നിതിനോട് പറഞ്ഞു. വളരെ നാളുകൾക്ക് ശേഷം 6ാം നിലയിൽ എന്താണെന്ന് നേരിട്ട് കാണാൻ അവർക്ക് കിട്ടിയൊരു മികച്ച അവസരമായിരുന്നു അത്. അനുവാദം കിട്ടിയ ഉടനെ നിതിനും കൂട്ടുകാരും 6ാം നിലയിലേക്ക് പോയി. അവിടെ എത്തിയപ്പോൾ അവർ ശ്രദ്ധിച്ച ചില കാര്യങ്ങളുണ്ടായിരുന്നു. ഒരു മുറിയിൽ പഴയ സംഗീത ഉപകരണങ്ങൾ സൂക്ഷിച്ചിരിക്കുകയാണ്. അതിനടുത്തായി ഒരു സ്റ്റോർ റൂമും തൊട്ടു മുന്നിൽ ഒരു ചെറിയ പ്രാക്ടീസ് റൂമും ഉണ്ട്. 6ാം നിലയിൽ ആർക്കെങ്കിലും ബാത്റൂമിൽ പോകണമെങ്കിൽ ഈ പ്രാക്ടീസ് റൂമിൻ്റെ കോർണറിലുള്ള ബാത്റൂം വേണമായിരുന്നു ഉപയോഗിക്കാൻ. നിതിനും കൂട്ടുകാരും പേപ്പർ ബണ്ടിലുകൾ സ്റ്റോർ റൂമിൽ വെച്ച ശേഷം ആകാംക്ഷയോടെ ആ മുറി മുഴുവനും പരിശോധിക്കാൻ തുടങ്ങി. വിചിത്രമെന്ന് പറയട്ടെ, ആ സ്റ്റോർ റൂമിനുള്ളിൽ ഭയങ്കരമായ തണുത്ത കാറ്റ് വീശുന്നുണ്ടായിരുന്നു. തിരച്ചിലിനിടയിൽ 2000 ആണ്ടിലെ വിദ്യാർത്ഥികളുടെ ഫെയർവെൽ നോട്ട്സ് അടങ്ങിയ ഒരു ബുക്ക് അവർക്ക് കിട്ടി. ഫെയർവെൽ നോട്ട്സ് എന്നാൽ ആ വർഷത്തെ പ്രധാന ഓർമ്മകൾ കുറിച്ചു വയ്ക്കുന്ന ഒരു പുസ്തകമാണ്. പക്ഷെ ആ പുസ്തകത്തിൽ ഭൂരിഭാഗം പേരും എടുത്തെഴുതിയിരുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു: ദ ഗിൽറ്റ് ഗ്ലോറി. ആരാണ് ഈ ഗ്ലോറി? എല്ലാവരും എന്തുകൊണ്ടാണ് ഈ പേര് എഴുതി വച്ചിരിക്കുന്നത്? ആകാംക്ഷ അടക്കാനാകാതെ അവർ ഇതിനെക്കുറിച്ചുള്ള സൂചനകൾക്കായി അവിടെ മുഴുവനും തിരഞ്ഞു. എന്നാൽ എത്ര തിരഞ്ഞിട്ടും അവർക്ക് ഒരു തെളിവും ലഭിച്ചില്ല. ഒടുവിൽ 3 പേരും താഴേക്ക് വന്ന് സീനിയർ കുട്ടികളുടെ അടുത്തേക്ക് ചെന്ന് ചോദിച്ചു, ആരാണ് ഈ ഗിൽറ്റ് ഗ്ലോറി? എന്താണ് ഇതിന് പിന്നിലെ കഥ? നിതിനും കൂട്ടുകാരും ചോദിച്ചപ്പോൾ ഭൂരിഭാഗം സീനിയേഴ്സിനും ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ലായിരുന്നു. എന്നാൽ ഒരൊറ്റ സീനിയർ ചേട്ടന് മാത്രം ആ സത്യം അറിയാമായിരുന്നു. അയാൾ ആ കഥ പറയാൻ തുടങ്ങി. ആ കഥ കേട്ടതും നിതിനും കൂട്ടുകാരും അമ്പരന്ന് പോയി. 2000 ആണ്ടിലെ ക്രിസ്മസ് സമയത്തായിരുന്നു ആ ഭയാനകമായ സംഭവം നടന്നത്. അന്ന് 6ാം നില വളരെ സജീവമായിരുന്നു. എല്ലാവരും ആ പ്രാക്ടീസ് റൂമിൽ വെച്ചാണ് പരിശീലിച്ചിരുന്നത്. അന്നത്തെ കാലത്ത് ഒരു ടീച്ചർക്കായിരുന്നു ആ ഫ്ലോറിൻ്റെ പൂർണ്ണ ചുമതല. അങ്ങനെയിരിക്കെ ഒരു പ്രോഗ്രാമിന് വേണ്ടി തയ്യാറെടുക്കുന്നതിനിടെ ഗ്ലോറി എന്ന പേരുള്ള ഒരു പെൺകുട്ടിയുടെ കയ്യിൽ അബദ്ധത്തിൽ ഒരു മുറിവ് പറ്റി. മുറിവ് ചെറുതായിരുന്നു, പക്ഷേ ചോര വല്ലാതെ വരുന്നുണ്ടായിരുന്നു. ഇത് കണ്ട മറ്റുള്ള കുട്ടികൾ ബഹളം വെച്ചപ്പോൾ, നീ ഇവിടെ തന്നെ നിൽക്ക്, ഞാൻ പോയി ഫസ്റ്റ് എയ്ഡ് ബോക്സ് എടുത്തിട്ട് വരാം എന്ന് പറഞ്ഞ് ടീച്ചർ പുറത്തേക്ക് പോയി. ഗ്ലോറി ടീച്ചറെയും കാത്ത് അവിടെ തന്നെ നിന്നു. സമയം ഒത്തിരി കഴിഞ്ഞു. ഓരോ കുട്ടികളെയായി അവരവരുടെ മാതാപിതാക്കൾ വന്ന് കൂട്ടിക്കൊണ്ടുപോകാൻ തുടങ്ങി. സമയം വൈകിയതോടെ പ്രാക്ടീസ് റൂമിലുണ്ടായിരുന്നവർ ഓരോരുത്തരായി സ്വന്തം റൂമുകളിലേക്ക് മടങ്ങി.
എന്നാൽ ഗ്ലോറി മാത്രം ടീച്ചർക്ക് വേണ്ടി അവിടെ തന്നെ കാത്തു നിന്നു. ചോര വരുന്നത് കൂടിയപ്പോൾ കൈ കഴുകാമെന്ന് കരുതി ഗ്ലോറി അടുത്തുള്ള ബാത്റൂമിലേക്ക് കയറി. കൃത്യം ആ സമയത്താണ് ടീച്ചർ ഫസ്റ്റ് എയ്ഡ് ബോക്സുമായി പ്രാക്ടീസ് റൂമിൽ തിരിച്ചെത്തുന്നത്. പക്ഷെ റൂമിൽ ഗ്ലോറിയെ കണ്ടില്ല. ബാത്റൂമിലായിരുന്നതുകൊണ്ട് ടീച്ചർ അത് ശ്രദ്ധിച്ചതുമില്ല. ബാക്കിയുള്ള കുട്ടികളുടെ കൂടെ ഗ്ലോറിയും പോയി കാണുമെന്ന് കരുതി ടീച്ചർ ആ പ്രാക്ടീസ് റൂമിൻ്റെ മെയിൻ ഡോർ പുറത്തു നിന്നും പൂട്ടി ആ സ്ഥലം വിട്ടു. അന്ന് രാത്രി ആ മുറിക്കുള്ളിൽ എന്താണ് സംഭവിച്ചത് എന്ന് ഇപ്പോഴും ആർക്കും അറിയില്ല. പിറ്റേന്ന് രാവിലെ റൂം തുറന്നു നോക്കുമ്പോൾ ഗ്ലോറി അവിടെ മരിച്ചു കിടക്കുകയായിരുന്നു. ഗ്ലോറിക്ക് മാതാപിതാക്കളില്ലാത്തത് കൊണ്ട് സ്കൂളിൻ്റെ പേര് ചീത്തയാകാതിരിക്കാൻ മാനേജ്മെൻറ്റ് അവളുടെ അമ്മാവന് കുറച്ച് പണം കൊടുത്ത് ആ കേസ് അവിടെ വെച്ച് ഒതുക്കി തീർത്തു. സീനിയർ ചേട്ടൻ ഈ കഥ പറഞ്ഞു തീർത്തതും നിതിനും കൂട്ടുകാർക്കും അടങ്ങാത്ത ആകാംക്ഷയായി. എന്തായാലും നമുക്ക് ആ പ്രാക്ടീസ് റൂമിലെ ബാത്റൂം വരെ ഒന്ന് പോകണം, അവിടെ എന്താണ് നടക്കുന്നതെന്ന് നേരിട്ട് കാണണം എന്നവർ തീരുമാനിച്ചു. പിറ്റേന്ന് രാവിലെ തന്നെ 3 പേരും രഹസ്യമായി 6ാം നിലയിലുള്ള പ്രാക്ടീസ് റൂമിലെ ആ ബാത്റൂമിലേക്ക് പോയി. പ്രതീക്ഷിച്ചതുപോലെ തന്നെ ആ ബാത്റൂം വളരെ വൃത്തിഹീനവും ഭയാനകവുമായിരുന്നു. അപ്പോൾ ഉത്കർഷ് പറഞ്ഞു, നമുക്ക് ഈ ബ്ലഡി മേരി ഗെയിം കളിച്ചു നോക്കിയാലോ? ആത്മാവുണ്ടെങ്കിൽ ഉറപ്പായും വരും. അങ്ങനെ ഉത്കർഷ് കണ്ണാടിയിലേക്ക് നോക്കി 3 തവണ ഭയത്തോടെ വിളിച്ചു, ബ്ലഡി മേരി, ബ്ലഡി മേരി, ബ്ലഡി മേരി. അവൻ പറഞ്ഞു നിർത്തിയതും തൊട്ടടുത്തുള്ള ഒരു വാതിൽ വലിയ ശബ്ദത്തോടെ താനെ തുറന്നു. പേടിച്ചുപോയ അവർ ആ വാതിലിലേക്ക് നോക്കുന്നതിനിടയിൽ പ്രാക്ടീസ് റൂമിൻ്റെ മെയിൻ ഡോർ പെട്ടെന്ന് കാറ്റിലടഞ്ഞു. നിമിഷ നേരം കൊണ്ട് ആ മുറിയിലാകെ ഇരുട്ട് പടർന്നു. 3 പേരുടെയും ഉള്ളിൽ മരണഭയം നിഴലിച്ചു. അന്ന് ഗ്ലോറിക്ക് സംഭവിച്ചതുപോലെ തങ്ങളും ഇവിടെ കിടന്ന് മരിച്ചു പോകുമോ എന്നവർ ഭയന്നു. അതിലും ഭയാനകമായ കാര്യം, പണ്ടൊക്കെ 6ാം നിലയിൽ ആരെങ്കിലും വരുമായിരുന്നു, എന്നാൽ ഇന്ന് അങ്ങോട്ടേക്ക് ആരും വരാറില്ല. പേടി സഹിക്കാനാകാതെ അവർ 3 പേരും ബാത്റൂമിൽ നിന്ന് ഉറക്കെ നിലവിളിക്കാൻ തുടങ്ങി. കൃത്യം 2 മിനിറ്റിന് ശേഷം പുറത്തുനിന്ന് ഒരു ശബ്ദം കേട്ടു. അത് അവരുടെ ടീച്ചറുടെ ശബ്ദമായിരുന്നു. അവർക്ക് ആ ശബ്ദം കൃത്യമായി തിരിച്ചറിയാൻ കഴിഞ്ഞു. മാം, ഞങ്ങൾ അകത്തുണ്ട്, ബാത്റൂമിൽ പെട്ടുപോയി. ഇങ്ങനെ അവർ ഉറക്കെ വിളിച്ചു പറഞ്ഞു. ഉടൻ തന്നെ പ്രാക്ടീസ് റൂമിൻ്റെ വാതിൽ തുറക്കപ്പെട്ടു. ഇടത്തോട്ടും വലത്തോട്ടും നോക്കാതെ 3 പേരും ജീവനും കൊണ്ട് താഴത്തെ ക്ലാസ് റൂമിലേക്ക് ഓടി രക്ഷപ്പെട്ടു. എന്നാൽ താഴെ എത്തി അവരെ കാത്തിരുന്നത് ഒരു വലിയ ഞെട്ടലായിരുന്നു. ഏത് ടീച്ചറുടെ ശബ്ദമാണോ അവർ മുകളിൽ കേട്ടത്, ആ ടീച്ചർ താഴെ ക്ലാസ് റൂമിൽ സുരക്ഷിതയായിരിക്കുന്നു. മാം, നിങ്ങളല്ലേ ഇപ്പോൾ മുകളിലേക്ക് വന്ന് ഞങ്ങൾക്ക് ഡോർ തുറന്നു തന്നത്? ഇങ്ങനെ ചോദിച്ച കുട്ടികളോട് ടീച്ചർ പറഞ്ഞു, നിങ്ങൾക്കെന്താ ഭ്രാന്ത് പിടിച്ചോ? ഞാൻ രാവിലെ തൊട്ട് ഈ ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ ഉണ്ടല്ലോ. അവർ എത്ര നിർബന്ധിച്ചു പറഞ്ഞിട്ടും ആരും അത് വിശ്വസിച്ചില്ല. വീട്ടിൽ പോകാൻ വേണ്ടി കുട്ടികൾ എന്തോ കള്ളം പറയുകയാണെന്ന് കരുതി ടീച്ചർമാരും രക്ഷിതാക്കളും അത് നിസ്സാരമായി തള്ളിക്കളഞ്ഞു. പക്ഷേ ഇത് യഥാർത്ഥത്തിൽ നടന്ന ഒരു ഭയാനകമായ സംഭവമായിരുന്നു. ഗ്ലോറി അന്ന് എങ്ങനെയാണ് മരിച്ചത്? നിതിനും കൂട്ടുകാർക്കും അന്ന് അനുഭവപ്പെട്ട ആ ശബ്ദം ആരുടേതായിരുന്നു? അതിനുള്ള ഉത്തരം ഇപ്പോഴും നിഗൂഢമായി തുടരുന്നു. ഈ കഥ നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെട്ടുവെന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾ നൽകുന്ന മികച്ച പിന്തുണയ്ക്ക് ഒരുപാട് നന്ദി. ഈ ഒരു സപ്പോർട്ട് എന്നും ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റിൽ പറയാം. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.